വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു. അതിനുശേഷം അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ്, അതായത് എന്നെ വളർത്തുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഭക്ഷണപ്രിയയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണം. അപ്പോൾ അത് ഈ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ്. അപ്പൊ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. സ്കൂളിലേക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് ഈ ചോറൊക്കെ പങ്കിട്ട് കഴിക്കുമല്ലോ, കറികളൊക്കെ. അപ്പോൾ ഈ അങ്ങനെ 2-3 കറികളൊക്കെ ഉണ്ടാക്കി തന്നോട് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനും കൂടി. അപ്പൊ ഈ ഷെയറിംഗ് എന്ന് പറയുന്നതൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അപ്പൊ ഭക്ഷണം ആയാലും എല്ലാവരുമായിട്ടും പങ്കിട്ട് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛൻ മരിക്കുന്നത് വരെ ആ ഒരു രീതിയായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരാളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ അച്ഛൻ പഠിപ്പിച്ച കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെയാണ് ഈ പുസ്തകം വായിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു. അതിനുശേഷം അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ്, അതായത് എന്നെ വളർത്തുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഭക്ഷണപ്രിയയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണം. അപ്പോൾ അത് ഈ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ്. അപ്പൊ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. സ്കൂളിലേക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് ഈ ചോറൊക്കെ പങ്കിട്ട് കഴിക്കുമല്ലോ, കറികളൊക്കെ. അപ്പോൾ ഈ അങ്ങനെ 2-3 കറികളൊക്കെ ഉണ്ടാക്കി തന്നോട് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനും കൂടി. അപ്പൊ ഈ ഷെയറിംഗ് എന്ന് പറയുന്നതൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അപ്പൊ ഭക്ഷണം ആയാലും എല്ലാവരുമായിട്ടും പങ്കിട്ട് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛൻ മരിക്കുന്നത് വരെ ആ ഒരു രീതിയായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരാൾ